Hello, family. Welcome to English speaking course. Hope you all are keeping safe and healthy. Today is day 6 of the 30 days series. കഴിഞ്ഞ 5 ക്ലാസ്സസിലും നമ്മൾ ഷോർട്ട് സെൻറ്റൻസസ് പഠിച്ചിരുന്നു. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി WH questions. WH questions are questions that start with who, when, where, why, what and how. In this video, I am going to teach only 3 question words. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വെറും 3 question words മാത്രമേ പഠിപ്പിക്കുള്ളൂ. And the rest 3 ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് പഠിപ്പിക്കുക. So today's question words are what, how and why. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. Let's begin with what. What എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്ത്. എന്തെന്ന് പറഞ്ഞിട്ട് ചോദിക്കാനാണ് നമ്മൾ വാട്ട് യൂസ് ചെയ്യാറുള്ളത്. ലെറ്റ്സ് മേക്ക് സെൻറ്റൻസസ് ടു മേക്ക് ഇറ്റ് മോർ ക്ലിയർ. അവർ ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് വെരി സിമ്പിൾ. യു ഓൾ നോ ഇറ്റ്സ് നിൻ്റെ പേരെന്താണ്. ഇൻ ഇംഗ്ലീഷ് വി ആസ്ക് വാട്ട് ഈസ് യുവർ നെയിം. വാട്ട് ഈസ് യുവർ നെയിം. യു ഓൾ നോ ദിസ് ബട്ട് സ്റ്റിൽ പ്ലീസ് റിപ്പീറ്റ്. ഇവിടെ നമ്മൾ വാട്ട് ഈസ് എന്ന് പറയേണ്ട പകരം നമുക്ക് ചുരുക്കിയിട്ട് പറയാം വാട്ട്സ് യുവർ നെയിം. നിങ്ങളുടെ ഫോൺ നമ്പർ എന്താണ്? വാട്ട്സ് യുവർ ഫോൺ നമ്പർ. വാട്ട്സ് യുവർ ഫോൺ നമ്പർ. പ്ലീസ് റിപ്പീറ്റ്. എന്താ സമയം? വാട്ട്സ് ദ ടൈം. വാട്ട്സ് ദ ടൈം. പ്ലീസ് റിപ്പീറ്റ്. Moving ahead, we have our next question. എന്താണ് നിങ്ങളുടെ പ്രശ്നം? What's your problem? What's your problem? What's your problem? Please repeat. എന്താണ് നിങ്ങളെ അലട്ടുന്നത്? അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? What's bothering you? What's bothering you? Please repeat. You can also say, what's troubling you? What's troubling you? Please repeat. And sentences repeat ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ഉറക്കെ റിപ്പീറ്റ് ചെയ്യണം because this is also a practice session. Our next sentence is, എന്താണ് താങ്കളുടെ അഭിപ്രായം? What's your opinion? What's your opinion? Please repeat. സോ നമ്മൾ വാട്ട് ഈസ് വെച്ചിട്ട്, അതായത് വാട്ട്സ് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചു. വാട്ട്സ് യുവർ നെയിം, വാട്ട്സ് യുവർ ഫോൺ നമ്പർ, വാട്ട്സ് ദ ടൈം, വാട്ട്സ് യുവർ പ്രോബ്ലം, വാട്ട്സ് യുവർ ഒപ്പീനിയൻ, വാട്ട്സ് ട്രബിളിങ് യു ഓർ വാട്ട്സ് ബോദറിങ് യു. സോ ഇതൊക്കെ വാട്ട് ഈസ്, വാട്ട്സ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇനി വാട്ട് ആർ വെച്ചിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസസ് പഠിക്കാം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ്? പ്ലീസ് റിപ്പീറ്റ്. നിങ്ങൾ എന്താണ് പറയുന്നത്? വാട്ട് ആർ യു സേയിങ്? വാട്ട് ആർ യു സേയിങ്? പ്ലീസ് റിപ്പീറ്റ്. നമുക്കിത് കുറച്ച് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടും പറയാം. വി ക്യാൻ സേ വാട്ട് ആർ യു ടോക്കിംഗ്. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? വാട്ട് ആർ യു ടോക്കിംഗ്? പ്ലീസ് റിപ്പീറ്റ്. ഇനി നമുക്ക് വാട്ട് വിൽ വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസസ് പഠിക്കാം. സെൻറ്റൻസസ് ഒക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ ഓർത്ത് വെക്കണം. നമ്മൾ എന്ത് ചെയ്യും? വാട്ട് വിൽ വി ഡു? വാട്ട് വിൽ വി ഡു? വാട്ട് will we do? Please repeat. Next sentence is, നമ്മൾ എന്ത് കൊടുക്കും? What will we give? What will we give? What will we give? Please repeat. Next one is, അവൾ എന്ത് കൊണ്ടുവരും? What will she bring? What will she bring? What will she bring? Please repeat. Next, we are going to learn sentences beginning with what can.
can എന്ന് പറഞ്ഞാൽ കഴിയും, what എന്ന് പറഞ്ഞാൽ എന്ത്. So let's make sentences. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? What can I do? What can I do? What can I do? Please repeat. Next one is നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? What can you do? What can you do? What can you do? Please repeat. അതേപോലെ തന്നെ നിങ്ങൾക്ക് പറയാം what can he do? അവന് എന്ത് ചെയ്യാൻ കഴിയും? What can she do? അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? What can they do? അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതേപോലെ ചെറിയ മാറ്റം വരുത്തിയിട്ട് നിങ്ങൾക്ക് കുറേ സെൻറ്റൻസസ് ഉണ്ടാക്കാം. നെക്സ്റ്റ് ലെറ്റ്സ് ഫ്രെയിം സെൻറ്റൻസസ് യൂസിങ് വാട്ട് ഡിഡ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം കൂടുതലും നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നീ എന്താണ് പറഞ്ഞത്? What did you say? What did you say? What did you say? Please repeat. അതേപോലെ തന്നെ നിങ്ങൾക്ക് പറയാം what did he say? അവൻ എന്ത് പറഞ്ഞു? യുവിൻ്റെ പകരം he. What did she say? അവൾ എന്ത് പറഞ്ഞു? What did they say? അവർ എന്ത് പറഞ്ഞു? അതുപോലെ തന്നെ നമുക്ക് പറയാം what did I say? ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ എന്താണ് ചെയ്തത്? What did I do? What did I do? What did I do? Please repeat. Again, അതിൻ്റെ പകരം he, she, they ഒക്കെ ചേർത്തിട്ട് നമുക്ക് പറയാം what did he do? അവൻ എന്ത് ചെയ്തു? What did she do? അവൾ എന്ത് ചെയ്തു? Likewise, we can say what did they do? അവർ എന്ത് ചെയ്തു? Let's move ahead with the next question word how. How എന്ന് പറഞ്ഞാൽ എങ്ങനെ. എങ്ങനെയെന്ന് ചോദിക്കാനാണ് നമ്മൾ how വെച്ചിട്ട് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം and you are going to practice and repeat. First one is the most common question we know. എന്തുണ്ട് വിശേഷം? How are you doing? How are you doing? How are you doing? Please repeat. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് വൺ ഈസ് നിങ്ങളുടെ ജോലി എങ്ങനെ പോകുന്നു? How's your work going? How's your work going? Please repeat. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ വാട്ട് ഈസ് എന്ന് പറയാൻ നമ്മൾ വാട്ട്സ് ആണ് പറയാറുള്ളത് ചുരുക്കിയിട്ട്. അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഹൗ ഈസ് എന്ന് പറയാൻ നമുക്ക് ഹൗസ് എന്ന് പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ദിവസം? How was your day? How was your day? How was your day? Please repeat. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞു പോയ കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഈസ് നമ്മൾ വാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹൗ വാസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം ഹൗ വാസ് യുവർ ട്രിപ്പ്. ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്ന അവരോട് നിങ്ങൾക്ക് ചോദിക്കാം. ടൂർ കഴിഞ്ഞിട്ട് വന്ന അവരോട് ചോദിക്കാം ഹൗ വാസ് യുവർ ടൂർ. അതേപോലെ വെക്കേഷൻ കഴിഞ്ഞിട്ട് വന്ന അവരോട് നിങ്ങൾക്ക് ചോദിക്കാം ഹൗ വാസ് യുവർ വെക്കേഷൻ. നമ്മൾ വളരെ കോമൺ ആയിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് നീ എങ്ങനെ വന്നു. നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ടൈം യു ക്യാൻ ആസ്ക് ഹൗ ഡിഡ് യു കം. How did you come? How did you come? Please repeat. എങ്ങനെ പോകും? How can we ask? How will you go? How will you go? How will you go? Please repeat. Next one is നിങ്ങൾക്ക് എത്ര ചോക്ലേറ്റുകൾ ഉണ്ട്? How many chocolates do you have? ഇവിടെ നമ്മൾ എത്ര എന്ന് ചോദിക്കാനാണ് how many എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്തിട്ടുള്ളത്. How many chocolates do you have? How many chocolates do you have? Now it's your turn to repeat.
ചോക്ലേറ്റ്സിന് പകരം നിങ്ങൾക്ക് ഏത് സാധനത്തിൻ്റെ എണ്ണമാണെന്ന് അറിയണ്ടേ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ ആ സാധനം ചേർത്താൽ മതി. ചോക്ലേറ്റ്സിന് പകരം ചേർത്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഹൗ മെനി പെൻസ് ഡു യു ഹാവ്? നിങ്ങളുടെ അടുത്ത് എത്ര പെൻസ് ഉണ്ട്? ഹൗ മെനി പെൻസിൽസ് ഡു യു ഹാവ്? നിങ്ങളുടെ അടുത്ത് എത്ര പെൻസിൽസ് ഉണ്ട്? സോ എണ്ണം ചോദിക്കാനാണ് നമ്മൾ ഹൗ മെനി യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ. നിങ്ങൾക്ക് എത്ര ചോക്ലേറ്റുകൾ വേണം, എഗെയിൻ എത്ര വേണം എന്നുള്ള എണ്ണം ചോദിക്കാനാണ് നമ്മൾ ഹൗ മെനി ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഹൗ മെനി ചോക്ലേറ്റ്സ് ഡു യു വാണ്ട്? ഹൗ മെനി ചോക്ലേറ്റ്സ് ഡു യു വാണ്ട്? പ്ലീസ് റിപ്പീറ്റ്. മറ്റുള്ളവരുടെ അടുത്ത് എത്ര വേണം, ഏതെങ്കിലും സാധനം എത്ര വേണം ചോദിക്കാൻ നിങ്ങൾക്ക് ഈ പാറ്റേൺ പഠിച്ചു വെച്ചാൽ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഹൗ മെനി പെൻസിൽസ് ഡു യു വാണ്ട്? നിനക്ക് എത്ര പെൻസിൽസ് വേണം? ഹൗ മെനി ഇഡ്ലീസ് ഡു യു വാണ്ട്? നിനക്ക് എത്ര ഇഡ്ലി വേണം? സാധനത്തിൻ്റെ പേര് പറയാതെയും നമ്മൾ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ അടുത്ത് എത്ര എണ്ണമുണ്ട്? ഹൗ മെനി ഡു യു ഹാവ്? ഹൗ മെനി ഡു യു ഹാവ്? How many do you have? Please repeat. In the same way, we even ask, നിങ്ങൾക്ക് എത്ര എണ്ണം വേണം? ഇവിടെയും ഞാൻ സാധനം മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചോദിക്കാം, how many do you want? How many do you want? How many do you want? Please repeat. This one is a very common question. അങ്ങനെ ചെയ്യരുത്, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പല പ്രാവശ്യം കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം യു ആർ ഗോയിങ് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ഇൻ ഇംഗ്ലീഷ്. ഹൗ മെനി ടൈംസ് ഐ ടോൾഡ് യു നോട്ട് ടു ഡു ദാറ്റ്? ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളൂ. ലോങ് സെൻറ്റൻസ് ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട്, അതായത് ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാ. ഹൗ മെനി ടൈംസ് ഐ ടോൾഡ് യു നോട്ട് ടു ഡു ദാറ്റ്? പ്ലീസ് റിപ്പീറ്റ്. നെക്സ്റ്റ് നമുക്ക് ഹൗ മച്ച് വെച്ചിട്ട് സെൻറ്റൻസസ് ഉണ്ടാക്കി പഠിക്കാം. ആൻഡ് ദിസ് ഈസ് റിയലി യൂസ്ഫുൾ. നിനക്ക് എത്ര വേണം? ഹൗ ക്യാൻ യു ആസ്ക്? ഹൗ മച്ച് ഡു യു വാണ്ട്? How much do you want? You can even ask, how much do you need? How much do you need? Next one is, നിങ്ങൾ എത്ര പണം നൽകി? How much did you pay? How much did you pay? How much did you pay? Please repeat. ഇനി എത്ര ബാക്കിയുണ്ട്? How much is left? How much is left? How much is left? Please repeat. Next one. നിങ്ങളുടെ ഭാരം എത്രയാണ്? How much is your weight? How much is your weight? How much is your weight? Please repeat. നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, how much do you weigh? How much do you weigh? Please repeat. നിങ്ങൾ എത്ര വാങ്ങി? How much did you buy? How much did you buy? Please repeat. Next one is, എത്രയാണ് ഇതിൻ്റെ വില? How much does it cost? How much does it cost? How much does it cost? Please repeat. ഇതിന് എത്ര സമയം എടുക്കും? How much time will it take? How much time will it take? How much time will it take? Please repeat. Next one, നിങ്ങൾ എത്ര ചെലവഴിച്ചു? How can you ask? How much did you spend? How much did you spend? How much
did you spend? Now it's your turn to repeat. So നമ്മൾ how much and how many പഠിച്ചു കഴിഞ്ഞു. എണ്ണാൻ പറ്റേണ്ട സാധനം പറയാനാണ് how many എന്നുള്ള ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. എണ്ണാൻ പറ്റാത്ത സാധനങ്ങളെ കുറിച്ച് ചോദിക്കാനാണ് how much എന്ന് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. Next we are moving on to a question word why. Why എന്ന് പറഞ്ഞ എന്തുകൊണ്ട്. Let's learn some important sentences, basic sentences using question word why. എന്തുകൊണ്ടാണ് നിങ്ങൾ വൈകിയത്? Why are you late? Why are you late? Why are you late? Please repeat. Next one is എന്തിനാ നീ അത് ചെയ്തത്? Why did you do that? Why did you do that? Why did you do that? Please repeat. Next one, നീ എന്തിനാ വിഷമിക്കുന്നത്? Why are you upset? Why are you upset? Why are you upset? Please repeat. Next one is നീ എന്താ എന്നെ വിളിക്കാതിരുന്നത്? Why didn't you call me? Why didn't you call me? Why didn't you call me? Please repeat. നല്ല ചൂടാണെങ്കിൽ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് പറയാറില്ലേ, ഇന്നെന്താ ഇത്ര ചൂട്? In English you can say why is it so hot today? Why is it so hot today? Please repeat. Likewise you can ask why is it so cold today? ഇന്നെന്താ ഇത്ര തണുപ്പ്? Why is it so cold today? Please repeat. Next one, എന്തുകൊണ്ട് നമുക്ക് അവിടെ പോയിക്കൂടാ? Why can't we go there? Why can't we go there? Why can't we go there? Now it's your turn to repeat. നീ എന്താ പോകാതിരുന്നത്? Why didn't you go? Why didn't you go? Why didn't you go? Please repeat. Next one is also a very common question. നീ എന്താ ഇന്നലെ വരാതിരുന്നത്? Why didn't you come yesterday? Why didn't you come yesterday? Why didn't you come yesterday? Please repeat. Moving ahead, we have നീ എന്താ വൈകിയത്? How can we ask this in English? Why are you late? Why are you late? Why are you late? Please repeat. Next one, നിനക്ക് എന്താ ഇത്ര ദേഷ്യം? Why are you so angry? Why are you so angry? Why are you so angry? Please repeat. Next one on the list is നീ എന്താ എന്നോട് ദേഷ്യപ്പെടുന്നത്? Why are you angry at me? Why are you angry at me? Why are you angry at me? Now it's your turn to repeat. In the beginning of the വീഡിയോൻ്റെ തുടക്കത്തിൽ നമ്മൾ വാട്ട് വെച്ചിട്ട് ഒരു സെൻറ്റൻസ് പഠിച്ചിരുന്നു. ഞാൻ എന്താണ് ചെയ്തത്? അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? Yes, we can say what did I do? What did I do? നമ്മൾ ഈ സെൻറ്റൻസും ഇപ്പോൾ പഠിച്ച സെൻറ്റൻസും ഒരുമിച്ച് പറയും. Why are you angry at me? What did I do? നിനക്ക് എന്തിനാ എന്നോട് ഇത്ര ദേഷ്യം? ഞാൻ എന്താണ് ചെയ്തത്? Why are you angry at me? What did I do? സോ നിങ്ങൾ കണ്ടോ, ഇങ്ങനെ ഷോർട്ട് സെൻറ്റൻസസ് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് അത് ഒരുമിച്ച് പറയാം കോൺവെർസേഷനിൽ. ഇതുപോലെ കുറേ സെൻറ്റൻസസ് നമുക്ക് എന്നും പഠിക്കാം. നെക്സ്റ്റ് പാർട്ടിൽ
നമുക്ക് നെക്സ്റ്റ് 3 ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ചിട്ട് സെൻറ്റൻസസ് ഉണ്ടാക്കി പഠിക്കാം. അതുവരെ കീപ് വാച്ചിങ് ദ വീഡിയോസ്, കീപ് ലേണിംഗ് ആൻഡ് കീപ് പ്രാക്ടീസിങ്. താങ്ക്സ് ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.